ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് മക്കളെ എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ എന്നത്തെയും പോലെ രാവിലത്തെ ഒരു മോർണിംഗ് വ്ളോഗും ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ വിശേഷം, എൻ്റെ അടുക്കളയിലെ വിശേഷം, ഞാനുണ്ടാക്കുന്ന ഫുഡ് ഒക്കെ ആയിരിക്കും എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ അടിച്ചിട്ട് കാണണം കേട്ടോ. വെറുതെ ഒരു രസം, എനിക്ക് അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, ലൈക്ക് അടിച്ചിട്ട് കാണണേ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതാനും കൂടി മറന്നു പോകല്ലേ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടുനോക്കാം. അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇത് സമയം 7 മണിക്ക് കേട്ടോ. അതായപ്പത്തിന് എൻ്റെ രാവിലത്തെ ഒരുപാട് കാര്യങ്ങൾ രാവിലെ ചെയ്ത് തീർക്കാനുണ്ട്. നിസ്കാരം കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം തീർന്ന് 7 മണിക്ക് ശേഷമാണ് കേട്ടോ. 7 മണീൻ്റെ മുമ്പ് ഞാൻ കുറച്ച് കാൽ ചായ ഉണ്ടാക്കി വെക്കും. അത് ചിലപ്പോൾ രാവിലത്തെ ഒരു ചായയല്ലേ കാൽ ചായ, ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കുടിച്ചോട്ടെ വിചാരിച്ചിട്ട്. ഞാൻ ഗുളികയല്ല കേട്ടോ, ഞാൻ രാവിലെ ചായ കുടിക്കൂല കേട്ടോ. ഗുളിക ഉണ്ട്, ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് തൈറോയിഡിൻ്റെ. അപ്പോൾ അത് ആ ടാബ്ലറ്റ് രാവിലെ തന്നെ കഴിക്കണം. അതുകൊണ്ട് ഞാൻ രാവിലെ കൽച്ചായ ഒന്നും കുടിക്കലില്ല. കൽച്ചായ എനിക്കിഷ്ടമാണ്, ചിലപ്പോൾ നല്ല പാലൊഴിച്ചിട്ടുള്ള ചായ ആണെങ്കിൽ ഇഷ്ടം. കട്ടൻ ചായനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. രാവിലെ പാലൊക്കെ കൊടുന്നിട്ട് ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ. പാല് കൊടുന്നിട്ട് ഇപ്പോൾ കുറേ ആയിപ്പോൾ പുറളായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കൽ ഓരോ ഇതാണിപ്പോൾ അത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചായയൊക്കെ കുടിക്കൽ. അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ ഞാൻ കടി ഉണ്ടാക്കലും കറി ഉണ്ടാക്കലൊക്കെ. അപ്പോൾ ഇന്നലെ ദോശക്ക് അരി വെള്ളത്തിലിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു ഒട്ടിപ്പിടിക്കണ അരിയാണ്, അതുകൊണ്ട് സീയപ്പം ചൂടാൻ പറ്റില്ല. ദോശ ഇഡ്ഡലിയൊക്കെ ആണെങ്കിലും ഒട്ടിയാലും ചൂടാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായി കിട്ടണമൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്യാസ് കുക്കിങ്ങൾ അടുപ്പിൽ കത്തണ പോലെ ആയിട്ടുണ്ട് അല്ലേ. ബുക്ക് ചെയ്ത് നോക്കുമ്പോൾ ശരിയാവണില്ല കേട്ടോ. അത് അതിൻ്റെ ഡേറ്റ് ആയിട്ടില്ല തോന്നുന്നുണ്ട്, അതാണ് ശരിയാവാത്തത്. ബുക്ക് ചെയ്ത് നോക്കി ഒന്ന് ശരിയായി കിട്ടുകയാണെങ്കിൽ, ഒരു കുറ്റി കിട്ടുകയാണെങ്കിൽ കഴിച്ചില്ലായിരുന്നു എന്ന് വിചാരിച്ചത്. പക്ഷെ ശരിയാവണില്ല. അത് എന്താ വെച്ചാൽ അതിൻ്റെ ഡേറ്റ് ആവണമല്ലോ. ഇപ്പം അങ്ങനെയാണല്ലോ, ക്ഷാമാണല്ലോ. അതുകൊണ്ട് എനിക്ക് അടുപ്പിൽ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാതും വെക്കാൻ നല്ല പേടിയാണ് കേട്ടോ. ഞാൻ കട്ടില്ലാത്ത ചട്ടികൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യലാണ്. ഗ്യാസ് പുതിയത് കിട്ടുമ്പോൾ എല്ലാം വെക്കും കേട്ടോ കൊണ്ടുപോയിട്ട്. പിന്നെ തീരാനാകുമ്പോൾ പിന്നെ എനിക്ക് പേടിയാണ്, എല്ലാം കൂടെ ചൂടായി കിട്ടാനേ വലിയ പണിയല്ലേ. ഗ്യാസ് തീർന്ന് നമുക്ക് പണിയും കിട്ടും. പിന്നെ നമുക്ക് ഒരുപാട് വിറകൊന്നുമില്ല കേട്ടോ, കുറച്ച് വിറകുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ചകിരി ചിരട്ടി വിറകും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് എപ്പോഴാണ് തീരുന്നത്. പിന്നെ നമുക്ക് രാവിലെ തീരുമ്പോഴൊക്കെ രാവിലെ കേട്ടോ തീരുക. ഗ്യാസ് എപ്പോഴാണോ തീരുന്നത് രാവിലെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് രാവിലെ ഒരു തിരക്കുള്ള നേരമല്ലേ, ആ സമയത്ത് ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പറയാമല്ല. കണക്കാക്കി സമയത്ത് കിച്ചണിൽ കയറുന്ന ഞാനുമാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ ദോശ ചുടുന്നുണ്ട്. പിന്നെ ഇരിക്കണ ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് നമ്മളെ എണ്ണ ആക്കണ ബോട്ടിലാണ് കേട്ടോ. അതിക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ബ്രഷ് ഇട്ടിട്ട് അങ്ങനെ വെക്കലാണ്. പിന്നെ ഒന്ന് പഞ്ചസാരയുടെ ബോട്ടിലാണ്. പഞ്ചസാര തീർന്നിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര അതന്നെ ഉള്ളൂ, തീർന്നിട്ടുണ്ട്. ഇനി ഇന്ന് വാങ്ങിക്കണം, ഞാൻ മറന്നു പോയിട്ടുണ്ട് ഇന്നലെയൊക്കെ വാങ്ങിക്കാം. സാധനങ്ങൾ ഇന്നലെയൊക്കെ കുറച്ച് വാങ്ങിച്ചു, പക്ഷേ പഞ്ചസാരയുടെ കാര്യം ഉപ്പിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. ഉപ്പും തീർന്നിട്ടുണ്ട്, പഞ്ചസാരയും തീർന്നിട്ടുണ്ടോ. പിന്നെ നമ്മുടെ അച്ചാറാണ്, ഒന്നിൽ നാരങ്ങ അച്ചാർ. അത് കുറേ ദിവസം കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ നാരങ്ങ അച്ചാർ. പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ അങ്ങനെ വെക്കലാണ് കേട്ടോ ഞാൻ. അത് എടുത്തു വെക്കൂല. എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആവില്ല ചിലപ്പോൾ വലുത്. ഞാൻ ചോറുന്നാൻ വരുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ വേണ്ടി വരില്ല. പിന്നെ വേറെ എന്തെങ്കിലും സമയത്തൊക്കെ പിന്നെ അതൊക്കെ എടുത്ത് കൊടുക്കാൻ നിൽക്കണം. അപ്പോൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഇതിവിടെ ഒരു ബോട്ടിലാക്കി ഞാനിങ്ങനെ വെക്കും. പിന്നെ വേണ്ടവരൊക്കെ എടുത്തിട്ട് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് ചെറിയ ബോട്ടിലാക്കി വെക്കലാണ് കേട്ടോ. കുട്ടികൾ ചിലപ്പോൾ അതിൻ്റെ മൂടിയൊക്കെ തുറന്നിടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ബോട്ടിലാക്കിയിട്ട് വെക്കുക. അപ്പോൾ തീർന്നിട്ടുണ്ട്, ഇതും കൂടിയുള്ളൂ. അപ്പോൾ ലാസ്റ്റ് അതങ്ങോട്ട് എടുത്ത് വെച്ചതാണ്. അപ്പം അങ്ങനെ അപ്പമൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ദോശ. പിന്നെ ഒന്നൊരു തട്ടിക്കൂട്ട് സാമ്പാർ കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത്. എല്ലാ കഷ്ണങ്ങളെല്ലാം നുള്ളിപ്പെറുക്കി ഇട്ടിട്ട് ഞാനിതാ കുക്കറിൽ വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. സാമ്പാർ പൊടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുക, അങ്ങനെയായിട്ട് ചെയ്യണത്. ദോശയ്ക്ക് സാമ്പാറാണ് കോമ്പോ എന്ന് പറയും, പക്ഷേ എനിക്ക് ദോശയ്ക്ക് സാമ്പാറിനോട് അത്ര വലിയൊരു ഇഷ്ടമല്ല, എന്തോ അറിയില്ല. ചോറിലോട്ടാണ് എനിക്ക് സാമ്പാർ ഇഷ്ടം. ദോശയ്ക്ക് ഇഡ്ഡലിക്ക് അത്ര സാമ്പാർ എനിക്ക് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. എന്തോ ഓരോരുത്തർക്ക് ഓരോ ഇതാണല്ലോ അല്ലേ. അപ്പം അങ്ങനെയാണ്. ചട്നി ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊട്ടും ഇഷ്ടമല്ല. പിന്നെ വേറൊന്നും കറി വെക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാറാക്കാൻ വിചാരിച്ചു. അങ്ങനെ കഷ്ണങ്ങളെല്ലാം നുറുക്കിയിട്ട് കുക്കറിൽ വെച്ചിട്ടാണ് വിസിലടിക്കട്ടെ. ഒരു 3 വിസിലടിക്കട്ടെ. കിഴങ്ങൊക്കെ നല്ലോണം വെന്തിട്ട് കുറുകട്ടെ.
ഇതിക്കാവുമ്പോൾ ദോശയ്ക്കാവുമ്പോൾ ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് കുറുകി കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ ബാക്കിയായിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഒഴിക്കും കുട്ടികൾ. അങ്ങനെ ചായ എല്ലാം കുടിച്ചു, ദോശ ചുട്ടു, സാമ്പാർ ഉണ്ടാക്കി, ചായ എല്ലാം കുടിച്ചു. പിന്നെ ഒരു 11:30-12 മണിയാവുന്ന സമയത്താണ് കേട്ടോ ഇക്കാക്ക മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ വിചാരിക്കും ഇവിടെ മത്തിയുടെ സംസ്ഥാന സമ്മേളനമാണോ എന്ന് വിചാരിക്കും. എന്നപ്പം അതന്നെയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് എന്നും ഞങ്ങൾക്ക് ഈ മത്തിയാണ് കേട്ടോ. മത്തി കണ്ടോക്കെ നിങ്ങൾ, നല്ല അടിപൊളി മത്തി എന്ന് പറഞ്ഞാൽ ഡുണ്ട് മത്തി കേട്ടോ ഇപ്പോൾ കിട്ടുന്നത്. അതാ തോന്നുന്നത് മത്തി തന്നെ ഇങ്ങനെ കൊണ്ടുവരുന്നത്, വലിയ മത്തി. ഇന്നലെ രാത്രിക്കൊക്കെ കൊടുന്നപ്പോഴും ഇങ്ങനെ വലിയ മത്തിയായിരുന്നു. അതേപോലെ ഇന്ന് കൊടുന്നതും വലിയ മത്തിയാണ്. ഇന്നലത്തെ മത്തി തീർന്നോ എന്ന് ചോദിച്ചിട്ടാണ് ഇന്ന് എന്താണെങ്കിലും മത്തി കൊണ്ടുവരുന്നത്. ഇന്നലെ രാത്രിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, തീർന്നിട്ടുണ്ടായില്ല. കറി വെച്ചാൽ ഇവിടെ മത്തി അങ്ങനെ തീരൂല കേട്ടോ. പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും തീരും. അങ്ങനെ ഞാൻ ഇന്നലത്തെ കറി വെച്ചത് കുറച്ചുണ്ട്. കറി എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളമൊന്നുമില്ല കേട്ടോ കറിയിൽ, വറ്റിച്ചെടുത്ത പോലെയാണ്. അങ്ങനത്തെ കുറച്ചുണ്ട് ഇവിടെ ഇന്നലത്തെ ബാക്കി. അപ്പോൾ ഇന്ന് ബാക്കി നല്ല മത്തി, നല്ല പഞ്ഞൊക്കെ ഉള്ള മത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ ഇരുന്നതാണ്. കോഴികൾ സമ്മതിക്കൂല കേട്ടോ. ഓൽക്ക് ഇപ്പോൾ തിന്നാനൊക്കെ കൊടുത്തിക്കണം. അതുകൊണ്ടാണ് വലിയ പഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു ഓല് വലിയ തിരക്ക് കൂട്ടില്ല. മറ്റേ ഇതിലാണ് വന്നിട്ട് എടുക്കലെടുത്തും താറാവുകളും കോഴികളൊക്കെ വന്നിട്ട് നമ്മളെ മീൻ നന്നാക്കി എടുക്കാൻ പോലെ അയക്കൂല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. നല്ല പണിയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ആ കറുപ്പൊക്കെ വരണ്ടി കളയണം അല്ലേ. പഞ്ഞില്ല മീൻ തന്നെ നന്നാക്കി വരണ്ടി കളയാണ്ടാവും. അപ്പോൾ ഞാൻ തലയും കണ്ണൊക്കെ അങ്ങനെ കോഴിയാക്കി ഇട്ട് കൊടുക്കണമുണ്ട്. ബാക്കിയൊന്നും ഓൽക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നന്നാക്കി എടുക്കട്ടെ. നല്ല സൂപ്പർ മത്തിയാണ് മക്കളെ. അങ്ങനെ ഓല് ഇങ്ങനെ ഫുഡൊക്കെ തിന്നിട്ടാ തോന്നുന്നുണ്ട് ഓൽക്ക് വേണ്ടാത്ത. കുറച്ച് കോഴിത്തീറ്റയും കുറച്ച് ചോറൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തിന്നിട്ടാ തോന്നുന്നു. എന്നാലും വലിയ തിരക്കൂടുന്നു കേട്ടോ. എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തിരക്കൂടുന്നുണ്ടോ ഓല്. താറാവാക്ക് വേണ്ട, അല്ലെങ്കിൽ താറാവുകൾ ഫുള്ളായിട്ട് തിന്നു, ഒന്നും കളയുണ്ടാവില്ല. അതിൻ്റെ ആ ഒരു ഏള പോലെ ഉണ്ടാവില്ലേ, ഒരു ഏളാന്ന് പറയട്ടോ, ചേളേ എന്താ പറയുക, എന്താണെങ്കിലും അതുണ്ടാവും. അത് മാത്രമേ ഉള്ളൂ കളയാണ്ടാകുക. ബാക്കി ഉള്ളിലത്തെ സാധനമൊക്കെ ഒരു താറാവുകൾ തിന്നും. ഇന്നിപ്പോൾ ഓൽക്ക് വേണ്ട, ഓലിപ്പോൾ ചോറ് തിന്നിക്കണം, അതുകൊണ്ട് വേണ്ട. അങ്ങനെ ഞാൻ മീനൊക്കെ നന്നാക്കി ഉഷാറായിട്ട് എടുത്തു. കായം പുരട്ടി ഇനി പൊരിച്ചെടുക്കട്ടെ. ഒരുപാട് സമയം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ള സമയമൊന്നും നമുക്കില്ല കേട്ടോ. സമയപ്പത്തിന് ളുഹർ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തെ ചോറ് കഴിക്കാനായല്ലോ സമയം. അപ്പോൾ ഞാനത് പൊരിച്ചെടുക്കണം കേട്ടോ. ഞാൻ ആദ്യം കുറേ എണ്ണ ഒഴിച്ചു, പക്ഷേ നല്ല മത്തി ആയത് കാരണം ഇത്ര എണ്ണയൊന്നും വാണ്ടി വന്നില്ല കേട്ടോ. അതിന് നല്ല വലിപ്പണ്ടി, ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കായം പുരട്ടിയിട്ട് ഉച്ചക്കൊക്കെ അങ്ങനെ പൊരിച്ചെടുത്തു. ഇനിയിപ്പോൾ രാത്രിക്കൊക്കെ വേണമെങ്കിൽ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് പച്ച അവിടെ ഫ്രിഡ്ജിൽ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കായം പുരട്ടിയിട്ട്. പിന്നെ ഇന്നലെ വറ്റിച്ചെടുത്ത മത്തി ഉണ്ടല്ലോ, അതും ഉണ്ട് അവിടെ. പിന്നെ എല്ലാം കൂടി ഒന്നുമില്ല, ഞങ്ങൾ 2-3 ആളുള്ളൂ ഉച്ചക്ക് ചോറ് കഴിക്കാനുള്ളൂ. പിന്നെ ഒരുപാടൊന്നും കോഴികളാട്ടോ. അത് ഞാൻ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ കോഴികളാണത്. അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് കറി മുരിങ്ങയാണ് കേട്ടോ. മുരിങ്ങ താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ആ ഒരു തട്ടിക്കൂട്ടി സാമ്പാറുണ്ടല്ലോ, അത് കുറച്ച് ബാക്കിയുണ്ട്. അത് ഫുള്ളായിട്ട് ദോശയ്ക്ക് തീർന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങ താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വറ്റിച്ചെടുത്ത മീനും പൊരിച്ചെടുത്ത മീനൊക്കെ കുട്ടിക്കൊക്കെ ചോറ് വയ്ക്കാം കേട്ടോ.